أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയുടെ 4-ാമത്തെ വചനമാണ് നിങ്ങളിപ്പോൾ ഇവിടെ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുന്നവരുമത്രേ അവർ. കഴിഞ്ഞ ദർസിൽ പറയുകയുണ്ടായി, ഇഖാമത്തുസ്സലാത്ത് എന്നതിൻ്റെ 5-ാമത്തെ അർത്ഥം ബാജമാത്തായിട്ടുള്ള നമസ്കാരം ആണ് എന്ന്. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇന്ന് മുസ്ലിം സമൂഹത്തിനുള്ളിൽ കണ്ടുവരുന്ന തർക്കവും വ്യത്യാസങ്ങളും വിഭജനവും എന്നിവയുടെയൊക്കെ തന്നെ പ്രധാന കാരണം ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെ, അതിൻ്റെ ആവശ്യകതയെ ഇന്ന് പൊതുവായും മുസ്ലിം സമൂഹം പൂർണ്ണമായും മറന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇബാദത്തിൽ വ്യക്തിഗതവും സമുദായപരവുമായ നിരവധി അനുഗ്രഹങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, ഈ അനുഗ്രഹങ്ങളെ മുസ്ലിങ്ങൾ മറന്നുപോയിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ എവിടെയൊക്കെ തന്നെ നമസ്കാരത്തെ സംബന്ധിച്ച് ആജ്ഞ വന്നിരിക്കുന്നുവോ അവിടെയെല്ലാം തന്നെ ബാജമാത്ത് സഹിതം നമസ്കാരം അനുഷ്ഠിക്കുന്നതിനെക്കുറിച്ചാണ് ആജ്ഞ വന്നിരിക്കുന്നത്. എന്നാൽ എവിടെയും നമസ്കരിക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആജ്ഞ നൽകിയിട്ടില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജമാഅത്ത് നമസ്കാരം ദീനിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളിലൊന്നാണ് എന്നതാണ്. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമസ്കാരത്തെ സംബന്ധിച്ച് എല്ലാ ആജ്ഞകളും അഖീമുസ്സലാത്ത എന്ന രൂപത്തിലാണ് വരുന്നത്. എവിടെയും സല്ലു എന്ന ചുരുങ്ങിയ രൂപം ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. ഈ ഒരു കാര്യത്തിൽ വളരെ വ്യക്തമായ സൂചനയാണ് ഉള്ളത്. അതായത് ഫർള് നമസ്കാരം എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ പ്രകാരം അത് ബാജമാത്തായിട്ട് തന്നെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന്. യഥാർത്ഥത്തിൽ ജമാഅത്ത് സാധ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ മാത്രമാണ് ഒറ്റയ്ക്കുള്ള നമസ്കാരം അനുവദനീയമാകുന്നത്. ഉദാഹരണത്തിന്, ആർക്കെങ്കിലും നിന്ന് നമസ്കരിക്കാൻ കഴിവില്ലെങ്കിൽ അയാൾക്ക് ഇരുന്നു നമസ്കരിക്കാൻ അനുവാദമുണ്ട്. എന്നാൽ നിന്ന് നമസ്കരിക്കാൻ കഴിവുണ്ടായിട്ടും അഥവാ ആ വ്യക്തി ഇരുന്ന് നമസ്കരിക്കുകയാണെങ്കിൽ തീർച്ചയായും അവൻ ചെയ്യുന്നത് വളരെ വലിയൊരു തെറ്റാണ്. അതുപോലെ തന്നെ ഒരാൾക്ക് ജമാഅത്തായി നമസ്കരിക്കാനുള്ള അവസരമുണ്ടായിരിക്കെ അവൻ അത് ചെയ്യാതെ ഒറ്റയ്ക്ക് നമസ്കരിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ വ്യക്തിയും വളരെ വലിയൊരു തെറ്റ് ചെയ്യുകയാണ്. അതിനാൽ ഓരോ വ്യക്തിയും അതിയായി ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാരണം ചെറിയൊരു അശ്രദ്ധ കാരണം അവർ വലിയ പ്രതിഫലങ്ങളിൽ നിന്ന് മെഹ്റൂമായി പോവുകയാണ്. അതായത് അതിമഹത്തായ പ്രതിഫലങ്ങളിൽ നിന്ന് അവർ വിട്ടുപോവുകയാണ്. ഇനി ഇതിൻ്റെ 6-ാമത്തെ അർത്ഥം, ഇഖാമത്തു സലാത്ത് എന്നതിൻ്റെ 6-ാമത്തെ അർത്ഥം നമസ്കാരം അത് ഉത്സാഹത്തോടെയും ജാഗ്രതയോടെയും കൂടിയാണ് അത് അനുഷ്ഠിക്കേണ്ടത്. കാരണം അലസതയും അശ്രദ്ധയും ഉള്ളപ്പോൾ മനസ്സിൽ ചിന്തകളുടെ ചിതറലുണ്ടാകുന്നു. ഇതിലൂടെ നമസ്കാരത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നു. ഈ കാരണത്താലാണ് അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് നമസ്കരിക്കുമ്പോൾ കാലുകൾ തളർത്തി വെക്കാനോ ശരീരം ഒറ്റ വശത്തേക്ക് ചായഞ്ഞു വെക്കാനോ അനുവദിക്കാഞ്ഞത്. അതുപോലെ തന്നെ സജ്ദയിൽ കൈമുട്ടുകൾ നിലത്ത് പതിപ്പിക്കുന്നതിൽ നിന്നും നിരോധിച്ചത്. ഇതിനോപ്പോസിറ്റായി ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിൽക്കുമ്പോഴും റുക്കൂവിൽ പോകുമ്പോഴും കാലുകൾ നിവർത്തി വെക്കുക എന്നും, റുക്കൂവിൽ പോകുമ്പോൾ തൻ്റെ പുറം നേരെ പിടിക്കുക, അതുപോലെ തന്നെ സജ്ദയിൽ പോകുമ്പോൾ കാലുകളും കാൽമുട്ടുകളും കൈയുടെ അറ്റങ്ങൾ നെറ്റി എന്നിവ നിലത്ത് ഉറച്ച നിലയിൽ ഇടേണ്ടതാണെന്നും പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സജ്ദയിൽ വയറിനെ കാലുകളിൽ നിന്ന് അകറ്റി വയ്ക്കണമെന്നും പഠിപ്പിച്ചു തന്നു. ഈ എല്ലാ കാര്യങ്ങളും തന്നെ നമസ്കാരത്തിൽ ഉത്സാഹവും ജാഗ്രതയും ഉണർത്തുന്നു, ഉറക്കവും അശ്രദ്ധയും അകറ്റുന്നു. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഇസ്ലാമിൽ നമസ്കാരത്തിന് മുമ്പ് വുളു നിർബന്ധമാക്കിയിരിക്കുന്നത്. കാരണം അതുവഴി തലയുടെ നാഡികളും ശരീരാവയവങ്ങളും തണുപ്പനുഭവിച്ച് ശരീരത്തിൽ ഒരു ഉണർവുണ്ടാക്കുകയും ചെയ്യുന്നു. ചിന്തകളിൽ ഏകാഗ്രതയും ഉൾക്കാഴ്ചയും ജനിക്കുകയും ചെയ്യുന്നു.
ഇൻഷാ അല്ലാ ബാക്കി ഭാഗം അടുത്ത ദർസിൽ കേൾപ്പിക്കുന്നതായിരിക്കും. ജസാക്കുമുല്ലാഹു വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.